നിമിഷപ്രിയയുടെ വധശിക്ഷ അത് മാറ്റിവെച്ചിരിക്കുന്നു. ആശ്വാസകരമായ വാർത്ത. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നുണ്ട്. ഹാഷ്മി, ഒരുപാട് നാളുകളായി ഇതിനു വേണ്ടിയുള്ള ശ്രമം നടന്നു വരികയായിരുന്നു. ഇപ്പോൾ ഇതിലേക്ക് വളരെയധികം ആശ്വാസകരമായിട്ടുള്ള സന്തോഷം തരുന്ന ഒരു വാർത്തയാണിത്. നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേന് നീട്ടിവെച്ചേക്കാണ്. ആരുടെ ഇടപെടൽ മൂലമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ പേരെ ഇപ്പൊ പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇത്രയും നാളും ഒരുപാട് പേര് ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിരുന്നു. നിമിഷപ്രിയയ്ക്ക് നീതി കിട്ടാനും നിമിഷപ്രിയയെ മോചിപ്പിക്കാനും വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ സർക്കാരുകളും പരിശ്രമിച്ചു. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ ഇടപെടലുകൾ നടത്തി. പക്ഷേ ആ ഇടപെടലുകളൊക്കെ തന്നെ, ആ പരിശ്രമം ഒക്കെ തന്നെ പരാജയത്തിലായിരുന്നു. നാളെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടത്താനിരുന്നത്, 16-ാം തീയതി. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു അവസാന നിമിഷം കാന്തപുരം ഉസ്താദ് ഒരു ഇടപെടൽ നടത്തി. അദ്ദേഹം യമനിലെ ഭരണകൂടത്തോട് അഭ്യർത്ഥന നടത്തി, അവിടെ ഉണ്ടായിരുന്ന മതപണ്ഡിതന്മാരോട് അഭ്യർത്ഥന നടത്തി. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന അവിടുത്തെ മതപുരോഹിതന്മാര് കേട്ടതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു നീട്ടിവെക്കൽ സാധ്യമായത്. ഇനി ചർച്ചകൾ നടത്തണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം പൂർണ്ണമായിട്ട് നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിക്കുമോ എന്നറിഞ്ഞെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് ആശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഇടപെടൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. ഒരുപാട് ആൾക്കാർ എല്ലാ കാര്യത്തിലും ജാതിയെയും മതത്തെയും ഒക്കെ കുത്തിനിറയ്ക്കും, കുത്തിത്തിരുകും. പക്ഷേ ഇവിടെ ജാതിക്കുമൊക്കെ അപ്പുറം, മതത്തിനുമൊക്കെ അപ്പുറം, അതിനെല്ലാം അതീതമായിട്ട്, എല്ലാ ബൗണ്ടറീസിനുമൊക്കെ അപ്പുറം മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ ഉള്ളിൽ കണ്ടുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹം ഒരു ഇടപെടൽ നടത്തിയത്. അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇടപെടാതെ ഇരിക്കാമായിരുന്നു. ഇപ്പൊ കാന്തപുരം ഉസ്താദ്, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഇടപെടാതിരിക്കാമായിരുന്നു. നിമിഷപ്രിയയെ മോചിപ്പിച്ചാലും മോചിപ്പിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് ഒന്നും കിട്ടാനില്ല, പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല, ഒരു നേട്ടവും ഇല്ല. പിന്നെ എന്തിനാ അദ്ദേഹം ഇടപെട്ടത് ഒരേ ഒരു കാരണത്താലാണ്, മനുഷ്യനാണല്ലോ. കാരണം നിമിഷപ്രിയയുടെ കുടുംബം ഒരുപാട് നാളുകളായിട്ട് വേദന അനുഭവിക്കുവാണ്. നിമിഷപ്രിയയും കുറേ വർഷങ്ങളായിട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുവാണ്. ഇനിയെങ്കിലും മോചിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ, അതായത് കുട്ടികളുണ്ട്, ഭർത്താവുണ്ട്, അമ്മയുണ്ട്, ഇവരെയൊക്കെ കാണണം, ഇവരുടെ കൂടെയൊക്കെ വന്ന് സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം അവർക്കും ഉണ്ടാകും. അത് മുന്നിൽ കണ്ടുകൊണ്ട് മനുഷ്യനാണല്ലോ എന്നുള്ളൊരു പരിഗണന വെച്ചിട്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇടപെട്ടത്. നിമിഷപ്രിയ എന്ന് പറയുന്നത് ഒരു ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും അദ്ദേഹം നോക്കിയില്ല. അപ്പോൾ മതപുരോഹിതന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ നല്ലൊരു മെസ്സേജാണ് അദ്ദേഹം ഈ സമൂഹത്തിന് നൽകിയത്. ഇതിനു മുമ്പ് കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകളോടൊക്കെ തന്നെ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഞാൻ ചാനലിലൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ലത് ആര് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അംഗീകരിക്കണം. അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വെച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണ്ടേ, അംഗീകരിക്കണ്ടേ? തീർച്ചയായിട്ടും ചെയ്യണം. ഇപ്പൊ അവസാന നിമിഷം ഇങ്ങനെ അദ്ദേഹം ഒരു ഇടപെടൽ നടത്തി വധശിക്ഷ നീട്ടിവെച്ചപ്പോൾ പല ആൾക്കാരും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇടപെടൽ മൂലമാണ്, ഞങ്ങൾ ചെയ്തത് കൊണ്ടാണ് എന്ന് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഈ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വരുന്നവർക്ക് ഇതിന് മാത്രമേ കഴിയത്തുള്ളൂ. അവരെയും കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല. പക്ഷെ ഇദ്ദേഹം ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം മതം പറഞ്ഞ് ജാതി പറഞ്ഞ് അടി കൂടുന്ന ഒരു സൊസൈറ്റിയുടെ മുമ്പിൽ അദ്ദേഹം കൊടുത്തതൊരു നല്ല മെസ്സേജ് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മെസ്സേജാണ്. എല്ലാ മതപുരോഹിതന്മാരും പണ്ഡിതന്മാരും ഇങ്ങനെ ആയിരിക്കണം. കാരണം അനാവശ്യമായിട്ടുള്ള കാര്യത്തിലല്ല ഇടപെടേണ്ടത്. ആവശ്യമുള്ള കാര്യത്തിൽ, മനുഷ്യന്മാർക്ക് ഗുണമുള്ള കാര്യത്തിൽ, ഉപകാരമുള്ള കാര്യത്തിൽ വേണം ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഏതായാലും നമുക്ക് ചെറിയൊരു ന്യൂസ് റിപ്പോർട്ട് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായിട്ട് ഇക്കാര്യം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഫലപ്രദമായ ഒരു സാഹചര്യം സംജാതമാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചർച്ചകൾ ഒരു സൂഫി പ്രവർത്തകനുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലിന് ഗുണപരമായിട്ടുള്ള ചില പ്രതലങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചതായിട്ടുള്ള വിവരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ആ കുടുംബത്തിലെ ഏതാനും വ്യക്തികൾക്ക് ഇക്കാര്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരും. ഇതൊരു ഇടവേളയായിട്ട് മാത്രം
കാണണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. വളരെ സെൻസിറ്റീവായിട്ടൊരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിൽ കടന്ന് ഉള്ള അഭിപ്രായ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത്. മാത്രമല്ല വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ്, മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യം മാത്രമല്ല അവിടെയുള്ള ഹൂതി വിഭാഗത്തുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് വളരെ സംയമനത്തോടു കൂടി തന്നെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. പക്ഷേ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്ന കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള ഇടപെടൽ, ആ ഇടപെടൽ എന്ന് പറയുന്നത് ഒരു സദ്ഭാവനയുടെ കൂടി ഒരു പ്രതീകമാണ്. അപ്പോൾ അത് ഈ ഒരു വഴിക്ക് ഇത്രത്തോളം പുരോഗതി ഉണ്ടാക്കിയത് ഏതൊരു മലയാളിക്കും ബാക്കിയുള്ള ചർച്ചകളൊക്കെ നന്നായിട്ട് നടത്തട്ടെ. ആ വിക്ടിമിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് ദയ കൊടുക്കട്ടെ. അവര് മാപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ, നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. ചർച്ചകൾ നന്നായിട്ട് നടത്തട്ടെ. ബാക്കിയുള്ള ചർച്ചയിലും കാന്തപുരം ഉസ്താദ് പങ്കെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. കാരണം അദ്ദേഹം ഒരു മത പണ്ഡിതനാണ്. അവിടെയുള്ള മതപണ്ഡിതന്മാർ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കും. കാരണം അവർക്ക് തമ്മിലൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെല്ലാവരും ഒരേ പാതയിൽ പിന്തുടരുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് തമ്മിൽ ഉറപ്പായിട്ടും വാക്കുകളിൽ മൂല്യം കൽപ്പിക്കും. ഇദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ അവിടുത്തെ മതപണ്ഡിതന്മാർ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ മൂല്യം കൽപ്പിക്കും. അങ്ങനെ മൂല്യം കൽപ്പിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു നീട്ടിവെക്കൽ തന്നെ സാധ്യമായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ഈ മതങ്ങൾ തമ്മിൽ പ്രത്യക്ഷത്തിൽ സൗഹൃദത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുണ്ടെങ്കിലും ആൾക്കാരുടെ ഉള്ളിൽ ഒരു തീവ്ര ചിന്താഗതിയുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാനോ അല്ലെങ്കിൽ പരസ്പരം വഴക്ക് കൂടാനോ ബഹളം വെക്കാനോ ഒന്നുമല്ല മതങ്ങൾ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. മതം എന്ന് പറയുന്ന വാക്ക് സത്യത്തിൽ നല്ലതിന് വേണ്ടിയിട്ട്, നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഉണ്ടായ ഒരു സംഭവമാണ്. എന്നാൽ ഇപ്പം മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കും മതമാണ്. മതത്തിനകത്ത് പല മതഗ്രന്ഥങ്ങളിലും എല്ലാ മതഗ്രന്ഥങ്ങളും പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതിപ്പം ഏത് മതത്തിന്റെ ഗ്രന്ഥമായാലും 100% പെർഫെക്റ്റ് അല്ല. ആ മതഗ്രന്ഥത്തിലും കുറെ ഫോൾട്ടുകളുണ്ട്. പക്ഷെ നല്ലത് എന്താണെന്നുള്ളത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അവിടെയാണ് മതപണ്ഡിതന്മാരുടെ ഒരു റോൾ എന്ന് പറയുന്നത്. മതപണ്ഡിതന്മാർ എപ്പോഴും അതിനു വേണ്ടിയിട്ടാണ്. അതിപ്പം ഏത് മതത്തിന്റെ പണ്ഡിതനായിക്കോട്ടെ, ഹിന്ദുയിസത്തിന്റെ ആയിക്കോട്ടെ, ക്രിസ്ത്യാനിറ്റിയുടെ ആയിക്കോട്ടെ, ഇസ്ലാമിന്റെ ആയിക്കോട്ടെ, ഏത് മതപണ്ഡിതനായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഒരു റോൾ എന്താണ് ഈ സമൂഹത്തില്? അവരുടെ റോൾ എന്ന് പറയുന്നത് ഈ മതത്തിനകത്ത് പരാമർശിച്ചേക്കുന്ന നല്ല കാര്യങ്ങളെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, സൗഹൃദത്തിന് വേണ്ടിയിട്ടും, മനുഷ്യനെ തമ്മിൽ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും മതത്തിനെക്കാട്ടിലുമൊക്കെ ഉപരി മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഇമോഷനുണ്ട്, പരിഗണന, ആ കാര്യങ്ങളൊക്കെ തന്നെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം മത പുരോഹിതന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ നിലകൊള്ളേണ്ടത്. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഈ മതപണ്ഡിതന്മാർ തന്നെ ഈ കാര്യങ്ങൾ മറന്നുപോകും. എന്നിട്ട് മനുഷ്യന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടുപ്പിക്കും. സത്യത്തില് ആ ഒരു സമൂഹത്ത് ഇത്തരം മതപണ്ഡിതന്മാർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഒരു മതപണ്ഡിതൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുരോഹിതൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇദ്ദേഹം കാണിച്ചു തന്നത്. ആ ഉദാഹരണത്തെ നമ്മൾ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുക. എല്ലാവരും അദ്ദേഹത്തോട് നന്ദി പറയുക. അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഇരിക്കാമായിരുന്നു. കാരണം നിമിഷപ്രിയ അവരൊരു തെറ്റ് ചെയ്തു, അവർക്കിപ്പോൾ ശിക്ഷ ലഭിക്കുന്നു, ലഭിച്ചോട്ടെ, ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും എനിക്കൊന്നുമില്ല എന്ന് ചിന്തിച്ചിട്ട് വേണമെങ്കിൽ മിണ്ടാതെ ഇരിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം മിണ്ടാതെ ഇരുന്നില്ല. അദ്ദേഹം മിണ്ടാതെ ഇരിക്കാഞ്ഞത് കൊണ്ടാണ് ഇങ്ങനൊരു കാര്യം സാധ്യമായത്. വേറെ ആരുടെയെങ്കിലും ഇടപെടലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഈ അവസാന നിമിഷമാണ് അദ്ദേഹം ഇടപെട്ടത്. അദ്ദേഹം ഇടപെട്ടതിന് ശേഷമാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടായത്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ബാക്കിയുള്ളവർ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഉറപ്പായിട്ടും ബാക്കി സർക്കാരുകളൊക്കെ ഇടപെടും, ബാക്കി നേതാക്കന്മാരൊക്കെ ഇടപെടും. അത് കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾ കാരണമാണ് ഇത് സംഭവിച്ചത് എന്ന് പറയും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയാമല്ലോ ആര് കാരണമാണ്, ആര് ചെയ്തത് കാരണമാണ്. അതുകൊണ്ട് എല്ലാവരും നല്ലത് ചെയ്തതിനെ അംഗീകരിക്കുക. അദ്ദേഹത്തെ ഇപ്പം പോയി മോശമായിട്ടൊക്കെ പറയും, മോശമായിട്ട് ചിത്രീകരിക്കും, അദ്ദേഹത്തിന് നെഗറ്റീവ് കമന്റുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ പോകും. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ നെഗറ്റീവ് കമന്റുകളൊന്നും ഇടാതിരിക്കുക. ഒരാൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് അപ്രിഷിയേറ്റ് ചെയ്യുക, അംഗീകരിക്കുക, നല്ലതാണ് എന്ന് പറയുക. അതിപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും, ഏത് മതമായിക്കോട്ടെ, ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, അയാൾ നല്ലത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അംഗീകരിക്കുക, ബഹുമാനിക്കുക.